നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ ഈക്വൽ ട്രയാങ്കിൾസ് പഠിക്കാം. ഈ ടെക്സ്റ്റിൽ പേജ് നമ്പർ 18ലും 19ലും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാലോ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 18ലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ. താഴെ ഒരു ജോഡി ട്രയാങ്കിൾസ് ഉണ്ട്, കണ്ടോ. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദി സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ. അതായത് ഇവിടെ ആ സെക്കൻഡ് ട്രയാങ്കിളിലും ഫസ്റ്റ് ട്രയാങ്കിൾസും ഒരേപോലത്തെ ആംഗിൾസ് ഉണ്ട്. അത് ഏതെന്ന് കണ്ടുപിടിച്ച് നമ്മൾ എഴുതണം. മനസ്സിലായോ? ആ ഒരു പെയർ, ആ ഒരു ജോഡികളെ കണ്ടുപിടിച്ച് എഴുതണം. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണോ സെക്കൻഡ് ട്രയാങ്കിളിലുള്ളത് അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അതാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, കുറച്ചൊരു നോട്ട്സായിട്ട് കുറച്ച് പഠിക്കാണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ ഇവിടെ നോക്കിയോളൂ. ഇഫ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ദ സെയിം ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ സെയിം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, ഇത് കാണാതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം മറ്റൊരു വശത്തിനും ഈക്വൽ ആണെങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി മറ്റൊരു പോയിന്റാണ്, ഇഫ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ദ സെയിം. രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്ത് സെയിം ആണെങ്കിൽ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആർ ഓൾസോ ഈക്വൽ. അതായത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും തുല്യമായ വശങ്ങൾ, അല്ലേ, തുല്യമായ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഈ എ സി എന്ന് പറഞ്ഞ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഏതാണ്? ബി ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ 5 സെൻറ്റിമീറ്റർ ഉള്ള ആംഗിൾ സൈഡ് ഇവിടെ ഏതാണ്? ക്യു ആറിൻ്റെ സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്? പി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, എ സി എന്ന് പറയുന്ന 5 സെൻറ്റിമീറ്റർ ഉള്ള ആ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ബി ആണ്. പിന്നെ ക്യു ആർ എന്ന് പറയുന്ന 5 സെൻറ്റിമീറ്റർ ഉള്ള വശമുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ പി ആണ്. ഇവ ഈക്വൽ ആണ്. ആംഗിൾ ബിയും ആംഗിൾ പിയും ഈക്വൽ ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഏതിന്? ആംഗിൾ പിക്ക് ഈക്വൽ ആണ്. മനസ്സിലായോ? ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ബി എന്ന് പറഞ്ഞ വശത്തിലുള്ള എത്രയാണ് സെൻറ്റിമീറ്റർ? 3 സെൻറ്റിമീറ്റർ. അതുപോലെ പി ആർ എന്ന് പറയുന്ന വശം 3 സെൻറ്റിമീറ്റർ ആണല്ലോ. ഈ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? പറഞ്ഞേ, ഏതാ? സി അല്ലേ. എ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ സി. അതുപോലെ പി ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? അത് ക്യൂ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? ആംഗിൾ സി എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ആംഗിൾ ക്യൂവിന് ഈക്വലാണ് കേട്ടോ. ആംഗിൾ ക്യൂവിന് ഈക്വലാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതേപോലെ 6 സെൻറ്റിമീറ്റർ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പം ഏതാണ്? എ. അതുപോലെ പി ക്യൂ അത് 6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 6. അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വലാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. നമുക്കിനി ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള 2 ട്രയാങ്കിൾസ് കണ്ടല്ലോ. ട്രയാങ്കിൾ എൽ എം എന്നും ട്രയാങ്കിൾ എക്സ് വൈ സെഡും. ഇത് രണ്ടുമാണ് ഇവിടെ തന്നിട്ടുള്ള ട്രയാങ്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. എൽ എം എന്നിലും എക്സ് വൈ സെഡിലും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എം എൻ എന്ന് പറയുന്ന സൈഡ് കൺസിഡർ ചെയ്യാം. എം എൻ എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇതാണ് എം എൻ എന്ന് പറയുന്ന സൈഡ്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളത് ഏതാണ്? ഏത് വശമാണ്? എക്സ് സെഡ്. കണ്ടോ, എക്സ് സെഡിൻ്റെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. എം എന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എം എന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഏതാണ്? എൽ ആണല്ലോ. ആംഗിൾ എൽ ആണല്ലോ. എം എന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ എൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എൽ ഇവിടെയുള്ള എക്സ് സെഡ് എന്ന് പറയുന്ന ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഏതാണ്? വൈക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ?
മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈക്വൽ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ എല്ല് ഏത് ആംഗിളിന് ഈക്വലാണ്? ആംഗിൾ വൈക്ക് ഈക്വലാണ്. മനസ്സിലായോ? ഇതിൻ്റെ നോട്ടായിട്ട് തരാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലായല്ലോ? ആംഗിൾ എല്ലും ആംഗിൾ വൈയും ഈക്വലാണ്. ഇനി നമുക്ക് ഇതേപോലെ അടുത്തത് 2 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വശം ഏതാണ്? എല്ലും എന്നും. കണ്ട എൽ എൻ എന്ന് പറയുന്ന ഈ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആണല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ എം ആണല്ലോ. ആംഗിൾ എം ഇത് ഏതിന് ഈക്വലാണ്? ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ ഉള്ളത് എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് ഇസഡ്, ആംഗിൾ ഇസഡ്. അപ്പം ആംഗിൾ എം എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ആംഗിൾ ഇസഡിന് ഈക്വലാണ്. മനസ്സിലായോ? ആംഗിൾ എമ്മും ആംഗിൾ ഇസഡും ഈക്വലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വശം ഏതാണ്? 3 സെൻറ്റിമീറ്റർ ഉള്ളത് എൽ എം. കണ്ടോ? എൽ എം എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എൻ ആണല്ലോ. ആംഗിൾ എൻ അത് ഏതിന് ഈക്വലാണ്? ആംഗിൾ എൻ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉള്ള വശം ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ 3 സെൻറ്റിമീറ്റർ ഉള്ള വശം. അതായത് ഇസഡ് വൈ അല്ലെങ്കിൽ വൈ ഇസഡ് എന്ന് പറയുന്ന വശം. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ എക്സ്. അപ്പം ഇവിടെ ആംഗിൾ എന്നും ആംഗിൾ എക്സും ഈക്വലാണ്. മനസ്സിലായോ? നമുക്കിതിന് ഇത് നോട്ടായിട്ട് എഴുതാം കേട്ടോ. നോക്കിയോളൂ, ആംഗിൾ എല്ലും ആംഗിൾ വൈയും ഈക്വലാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ 4 സെൻറ്റിമീറ്റർ സൈഡ്. 4 സെൻറ്റിമീറ്റർ സൈഡിന് എതിരെയുള്ള ആംഗിൾസ്. ആ 4 സെൻറ്റിമീറ്റർ സൈഡ്സ് ഏതൊക്കെയാണ്? എം എൻ എന്ന് പറയുന്ന സൈഡും എക്സ് സെഡ് എന്ന് പറയുന്ന സൈഡും. അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് തന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അടുത്തത് ആംഗിൾ എന്നും ആംഗിൾ എക്സും ഈക്വലാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ 3 സെൻറ്റിമീറ്റർ സൈഡ്. 3 സെൻറ്റിമീറ്റർ സൈഡിന് എതിർവശത്തുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ആ 3 സെൻറ്റിമീറ്റർ സൈഡ്സ് എന്ന് പറയുന്നത് എൽ എമ്മും വൈ ഇസഡും. ഇനി ആംഗിൾ എം ആംഗിൾ ഇസഡ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ 2 സെൻറ്റിമീറ്റർ സൈഡ് ഏതൊക്കെയാണ്? ആ 2 സെൻറ്റിമീറ്റർ സൈഡ്സ് എൻ എല്ലും എക്സ് വൈയും. അതുപോലെ മലയാളം മീഡിയംകാർക്കുള്ളത് ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു ആംഗിൾ വൈ. 4 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണുകൾ എം എൻ ആൻഡ് എക്സ് ഇസഡ്. പിന്നെ ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. 3 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണുകൾ എൽ എം ആൻഡ് വൈ ഇസഡ്. ഇനി ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ ഇസഡ്. 2 സെൻറ്റിമീറ്റർ വശത്തിനെതിരെയുള്ള കോണുകൾ വശങ്ങൾ എൻ എൽ ആൻഡ് എക്സ് വൈ. ഇത് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയോളൂ, ഇവിടെ എ ബി സി പി ക്യു ആർ എന്നിങ്ങനെ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. എ ബി സിയും പി ക്യു ആറും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കണം. 2 ട്രയാങ്കിൾസിലെ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ സൈഡ് നോക്കണം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് അങ്ങ് എഴുതിയാൽ മതി. എളുപ്പമല്ലേ? നോക്കിയോളൂ, ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സി ആണല്ലോ. അതിൽ എ സി എന്ന് പറയുന്ന അതിൻ്റെ ലെങ്ത് എത്രയാണ്? 2.4 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 2.4 സെൻറ്റിമീറ്റർ ആണ് എ സി എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ബി ആണല്ലോ. അപ്പം ആംഗിൾ ബി. ഇനി അതേപോലെ നമ്മുടെ പി ക്യു ആറിൻ്റെ 2.4 സെൻറ്റിമീറ്റർ എവിടെയാണ്? ഇവിടെ അല്ലേ? എന്താണ്? ക്യു ആർ ആണ് ഇവിടുത്തെ 2.4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ക്യു ആറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? പി ആണല്ലോ. അപ്പം ആംഗിൾ പി. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കാനുള്ളത്? ആംഗിൾ ബിയും ആംഗിൾ പിയും ഈക്വലാണ്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് ബി സി കൺസിഡർ ചെയ്യാം. ബി സിയുടെ ലെങ്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? എ ആണല്ലോ. അപ്പോൾ ഏതാണ്? ആംഗിൾ എ ഈക്വൽ. ഇനി ഇവിടെ 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളത് ഏതാണ്? പി ക്യുവിൻ്റെ ലെങ്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ ഇതാണ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ഇവിടെ ഉള്ളത് ആർ ആണല്ലോ. അപ്പോൾ ആംഗിൾ ആർ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ആറും എന്താണ്? ഈക്വൽ ആംഗിൾസ് ആണ്. കാരണം 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് 3 സെൻറ്റിമീറ്റർ അല്ലേ? 3 സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ പറഞ്ഞത് 3.6 സെൻറ്റിമീറ്റർ. അടുത്ത 3.6 സെൻറ്റിമീറ്റർ. ക്ലിയർ ഇല്ല, ക്ലാരിറ്റി കുറവാണ്, ടെക്സ്റ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ 3.6 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 3.6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയുന്ന ആ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.6 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? സി. ഏതാണ്? ആംഗിൾ സി. ഇനി നമുക്ക് ഇവിടെ 3.6 സെൻറ്റിമീറ്റർ എവിടെയാണ്? പി ആർ അല്ലേ? പി ആർ എന്ന് പറയുന്നത് 3.6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ക്യൂ. അപ്പം ആംഗിൾ സിയും ആംഗിൾ ക്യൂവും ഈക്വലാണ്. ഓക്കെ ആണല്ലോ.
എളുപ്പമല്ലേ ഇത് കണ്ടുപിടിക്കാൻ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നോട്ട്സാണ് ഈ തന്നിട്ടുള്ളത്, വീണ്ടും ഒന്നും കൂടെ പറയുന്നില്ല കേട്ടോ. അടുത്ത പേജ് നമ്പർ 18 തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? ഇൻ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ, 2 ട്രയാങ്കിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ 2 ട്രയാങ്കിൾസിൽ എ ബി ഈക്വൽ ക്യു ആർ, അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അതുപോലെ ബി സി ഈക്വൽ ആർ പി, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബി സിയും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ആർ പിയും ഈക്വൽ ആണ്. അതുപോലെ സി എ ഈക്വൽ പി ക്യു, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സി എയും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പി ക്യു ഈക്വൽ ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിൾ എ, ആംഗിൾ ബി ഇത് രണ്ടും തന്നിട്ടുണ്ട്. ആംഗിൾ സി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എന്നിട്ട് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, എന്നിട്ട് ആ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും നമ്മൾ? ഫസ്റ്റ് നമുക്ക് ആംഗിൾ സി കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിൾ സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾസിൻ്റെ സം എത്രയാണ് അറിയോ? ട്രയാങ്കിളിൻ്റെ മൊത്തം എത്രയാണ് കോണുകളുടെ തുക? 180 ഡിഗ്രിയാണ്. അതിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട് ഇവിടെ. എത്രയാണ്? 40 ഡിഗ്രിയും 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 40 60 കൂടെ കൂട്ടിയിട്ട് അങ്ങ് മൈനസ് ചെയ്താൽ മതി. മനസ്സിലായോ? അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ എത്രയാണ്? 40 ഡിഗ്രി. ആംഗിൾ ബി എത്രയാണ്? 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ സി ആണ്. ആംഗിൾ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ട്രയാങ്കിളിൻ്റെ മൊത്തം കോണം എത്രയാണ്? 180 ഡിഗ്രിയിൽ നിന്ന് ഈ 40ഉം 60ഉം കൂടെ അങ്ങ് കുറയ്ക്കണം, മൈനസ് ചെയ്യണം. അപ്പം 180 മൈനസ് 60 40ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 100. ആഡ് ചെയ്ത് നോക്കണേ എത്ര വരും ബാക്കി. 180 നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്ര? 80 ഡിഗ്രി. അപ്പം ഇവിടെ ആംഗിൾ സി നമുക്ക് കിട്ടി. ആംഗിൾ സി എത്രയാണ്? 80 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആംഗിൾ സി എത്രയാണ്? 80 ഡിഗ്രി. ആംഗിൾ സി 80 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ആംഗിൾ എ 40 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി, ആംഗിൾ സി 80 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എ ബിയും ക്യു ആറും ഈക്വലാണ് ആണല്ലോ. അപ്പം നമുക്കിവിടെ എ ബി എന്ന് പറയുന്നത് ഏതാണ് കണ്ടുപിടിക്കണം. എ ബി ഇതാണല്ലോ. എ ബിയും പിന്നെ ഏതാണ്? ക്യു ആർ അല്ലേ? ക്യു ആർ ഇത് ക്യു ആർ കണ്ടല്ലോ, ക്യു ആർ. ഇത് രണ്ടും ഈക്വലാണ്. എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി. സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി. അപ്പം പിയുടെ വാല്യൂ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ പി എത്രയായിരിക്കും? 80 ഡിഗ്രി. അപ്പം നമ്മൾ ഒന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചു. ആംഗിൾ പി 80 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാം. ഇനി നോക്കിയോളൂ, ബി സിയും ആർ പിയും ഈക്വലാണ്. അപ്പം ബി സി ഈക്വൽ ഏതാണ്? ആർ പി. ബി സിയും ആർ പിയും ഈക്വലാണ്. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്. എയുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ ആംഗിൾ 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആർ പിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യൂ ആണ്. ക്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും അപ്പോൾ? 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു 40 ഡിഗ്രി. ആംഗിൾ ക്യൂവും നമ്മൾ കണ്ടുപിടിച്ചു 40 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി സി എ എന്ന് പറയുന്നത്, അതായത് സി എ എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? പി ക്യൂവിന് ഈക്വലാണ്. കണ്ടോ? സി എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ബി. സി എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ബി. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ ആണല്ലോ. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 60 ഡിഗ്രി. മനസ്സിലായോ ഇത് കണ്ടുപിടിക്കുന്നത്? എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ട് ലെഫ്റ്റ് സൈഡിലും മലയാളം മീഡിയത്തിൻ്റെ നോട്ട് റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എ 40 ഡിഗ്രിയാണ്, ആംഗിൾ ബി 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 നിന്ന് ഈ 40ഉം 60ഉം കുറയ്ക്കുക. അപ്പോൾ 180
അയ്യോ സോറി, അവിടെ 280 പോയിട്ടോ. 180 180 മൈനസ് 100 എത്രയാ വരും? 80 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഹിൻസ് എ ബി ഈക്വൽ ക്യു ആർ. എ ബി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്. അപ്പം ക്യു ആർ എന്ന് പറയുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ക്യു ആർ എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി ആണ്. അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആവും. അപ്പോൾ ആംഗിൾ സി 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പിയും എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇനി ബി സി ഈക്വൽ ആർ പി തന്നിട്ടുണ്ട്. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്. ആർ പിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യൂ ആണ്. അവ ഈക്വൽ ആണ്. ആംഗിൾ എ 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂവും 40 ഡിഗ്രി ആയിരിക്കും. ഇനി സി എ ഈക്വൽ പി ക്യു. സി എന്ന് പറഞ്ഞ സൈഡും പി ക്യു എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണ്. സി എ എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. അതുപോലെ പി ക്യു എന്ന് പറഞ്ഞ ആ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ ആണ്. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ബി നമുക്കറിയാം 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആറ് 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയോളൂ. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ, താഴെ തന്നിട്ടുള്ള ട്രയാങ്കിൾസിൽ എ ബി ഈക്വൽ ക്യു ആർ. രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. എ ബി ക്യു ആറിന് ഈക്വൽ ആണ്. ബി സി പി ക്യൂന് ഈക്വൽ ആണ്. സി എ ആർ പിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എന്താണ്? ആംഗിൾ എ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ക്യൂ 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മുടെ എ ബിയും പിന്നെ ക്യു ആറുമാണ് ഈക്വൽ. എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സി. കണ്ടല്ലോ, സി. ഇനി ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? പി ആണല്ലോ. അപ്പോൾ ഇവിടെ സിയും പിയും ഈക്വൽ ആണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഹിൻറ്റ് നോക്കണം. ബി സി ഈക്വൽ പി ക്യു. അപ്പോൾ നമ്മൾ നോക്ക്, ഇവിടെ ഇതാണ് ബി സി. കണ്ടോ, ഇതാണ് ബി സി ഈക്വൽ പി ക്യു. ബി സി ഈക്വൽ പി ക്യു. ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ. കണ്ടോ, ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? എ. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ. ഇനി നോക്കിയോളൂ, പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ. അപ്പം ആംഗിൾ എയുടെ ഈക്വലാണ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ആംഗിൾ എ എത്രയാണ്? 60 ഡിഗ്രി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ആറും എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു ആംഗിൾ കിട്ടി. ആംഗിൾ 6 കിട്ടി, 60 ഡിഗ്രി. ആംഗിൾ എ 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഹിൻറ്റ് നോക്കാം. സി എ ഈക്വൽ സി എ എന്ന് പറയുമ്പോൾ ദാ ഈ സ്ഥലം സി എ ഈക്വൽ എത്രയാ? എന്താണ്? ആർ പി. സി എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്. ആർ പിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ ആണ്. കണ്ടോ, ആംഗിൾ ക്യൂ ഇവിടെ നമുക്കറിയാം എത്രയാണ്? 70 ഡിഗ്രി. അപ്പം നമുക്കിവിടെ എഴുതാം ആംഗിൾ ബി ഈക്വൽ ആംഗിൾ ക്യൂ ഈക്വൽ 70 ഡിഗ്രി. കണ്ടോ? അപ്പം നമുക്ക് ആംഗിൾ എ കിട്ടി, ആംഗിൾ ബി കിട്ടി, ആംഗിൾ ആർ കിട്ടി, ആംഗിൾ ക്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ? അതായത് 180 മൈനസ് 60 പ്ലസ് 70 എത്ര വരും? 60 70 കൂടെ ചെയ്യുമ്പം ഞാൻ ഇവിടെ എഴുതാമേ. അപ്പം 180 മൈനസ് 130. 180 നിന്ന് 130 കുറയ്ക്കുമ്പോൾ 50 ഡിഗ്രി. അപ്പം നമുക്കിവിടെ ആംഗിൾ സി എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ കിട്ടി, ആംഗിൾ ക്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ആണ് ഇവിടെ ബാക്കിയുള്ള ആംഗിൾ. അപ്പോൾ ആംഗിൾ പി എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഈ എഴുതിയേക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കേട്ടോ, എഴുതിയേക്കുന്നത് അത്ര ക്ലിയർ ഇല്ല, സോറി കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് ഇതായി കൊടുത്തിട്ടുള്ളത്. ബി സിയും പി ക്യൂവും ഈക്വലാണ് നമുക്ക് രണ്ടാമത്തെ ഹിൻ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വലാണ്. ആംഗിൾ ആറ് 60 ഡിഗ്രി ആണല്ലോ. ഇനി സി എയും ആർ പിയും ഈക്വലാണ്.
ആംഗിൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് 70 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഇൻ ട്രയാങ്കിൾ എ ബി സിയിൽ ഇവിടെ ട്രയാങ്കിൾ എന്ന് എഴുതണ്ട, നിങ്ങൾ ആ ട്രയാങ്കിളിൻ്റെ സിമ്പിൾ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ആംഗിൾ എ is equal to 60 ഡിഗ്രി, ആംഗിൾ ബി is equal to 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 - 60 + 70. അപ്പോൾ 180 - 130, അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബിയും ക്യു ആറും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സിയും ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പിയും ആണ്. സിയും പിയും അപ്പോൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ പിയും എത്രയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനെ, ദ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻറ്റു 2 ട്രയാങ്കിൾസ് അത് ഷോൺ ബിലോ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലാണ് തന്നിട്ടുള്ളത്. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ നടുക്കൂടെ ഒരു ഡയഗണൽ നമ്മൾ വരച്ചപ്പോൾ അത് 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി അല്ലേ? ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇനി ഡു ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ് വൈ? ഈ 2 ട്രയാങ്കിൾസിനും ഒരേ ആംഗിൾസ് ആയിരിക്കുമോ? എന്തുകൊണ്ട്? ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളായിരിക്കുമോ? എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയും, അതിന് നമ്മൾ പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എ ബി സി ഡി ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി അല്ലെങ്കിൽ ചതുർഭുജം എ ബി സി ഡി, അതാണ് ഇവിടുത്തെ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് 2 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആണോ എന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. നോക്കിയോളൂ, ദെയർ ആർ 2 ട്രയാങ്കിൾസ്. ഞാൻ അതിന് പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് വന്നു. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സി എന്നും ട്രയാങ്കിൾ എ സി ഡി എന്നും ആണല്ലോ. ഇനി എന്താ പറ്റില്ല, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ബി ഈക്വൽ എ ഡി. നമുക്ക് ആ അളവിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. എ ബിയുടെ അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ എ ഡിയുടെ അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ എ ഡി എന്ന് എഴുതാം. അതുപോലെ ബി സിയുടെ അളവ് 3 സെൻറ്റിമീറ്റർ ആണ്. സി ഡിയുടെ അളവ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി സി ഈക്വൽ സി ഡി എന്ന് എഴുതാം. സൈഡ് എ സി ഈസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾസിനും എ സി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. അപ്പോൾ എന്താണ്, എല്ലാ വശവും ഈക്വൽ ആണല്ലോ ഈ ട്രയാങ്കിളിൻ്റെ. ഈ ട്രയാങ്കിൾ എന്നല്ല, ഈ 2 ട്രയാങ്കിൾസിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ സൈഡ്സ് ആണുള്ളത്. സോ the sides of triangle ABC are equal to the sides of triangle ACD. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ സൈഡ്സും ട്രയാങ്കിൾ എ സി ഡിയുടെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ സൈഡ് ആണെങ്കിൽ therefore the angles opposite to the equal sides are also equal. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. hence these angles hence these triangles, triangle ABC and triangle ACD have the same angles. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസ് ആയ ട്രയാങ്കിൾ എ ബി സിക്കും ട്രയാങ്കിൾ എ സി ഡിക്കും ഒരേ ആംഗിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മലയാളം മീഡിയംകാർക്കുള്ളത്, ചിത്രത്തിൽ 2 ത്രികോണങ്ങളുണ്ട്. ത്രികോണം എ ബി സിയും ത്രികോണം എ സി ഡിയും. എ ബി ഈക്വൽ എ ഡി എന്നും ബി സി ഈക്വൽ സി ഡി എന്നും നൽകിയിരിക്കുന്നു. ചിത്രത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എ ബിയും എ ഡിയും ഈക്വൽ ആണ്, അതുപോലെ ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന്. 2 ത്രികോണങ്ങൾക്കും എ സി എന്ന വശം പൊതുവായതാണ്. പൊതുവായ ഒരു വശമാണ് എ സി എന്ന് പറയുന്നത്. ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ വശങ്ങളും ട്രയാങ്കിൾ എ സി ഡിയുടെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? എ ബി സിയുടെ എല്ലാ വശങ്ങളും എ സി ഡിയുടെ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് പറയാം. അതിനാൽ തുല്യവശങ്ങൾക്ക് എതിർവശത്തുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. വീണ്ടും അതിനാൽ എഴുതണ്ട. അതുകൊണ്ട് ത്രികോണങ്ങളായ എ ബി സിക്കും ട്രയാങ്കിൾ എ സി ഡിക്കും ഒരേ കോണുകളാണുള്ളത്. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത പേജ് നമ്പർ 90ൽ 5th ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ടിടണം കേട്ടോ. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.